ശ്രീമതി ടി പി സിന്ധുമോളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീമതി സിന്ധുമോൾ, ഇവിടെ കേന്ദ്രത്തെയാണ് പഴി പറയുന്നത്. ഈ കേന്ദ്രത്തെ പഴി പറയുക എന്നുള്ളത് പിണറായി സർക്കാരിന്റെ ഒരു മുഖമുദ്രയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇത് കേൾക്കുമ്പോൾ നമുക്ക് സത്യത്തില് ആദ്യമൊക്കെ അമ്പരന്ന് പോയി, ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് നമ്മൾ ഓർത്തിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി, കേരളത്തിൽ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്തു വന്നാലും കേന്ദ്രത്തെ പഴി പറയുക, അതിൽ കൂടി രക്ഷപ്പെട്ടു പോവുക എന്നുള്ള ഒരു തന്ത്രം ഇവർക്ക് ഗീബൽസിയൻ തന്ത്രങ്ങൾ കൂടുതലാണല്ലോ. അത്തരമൊരു തന്ത്രം ഇവര് ഉപയോഗിക്കുകയാണെന്ന് മനസ്സിലായപ്പോ നമ്മൾ വ്യക്തമായിട്ടും അതിനെ കണക്കുകൾ വെച്ച് പ്രതിരോധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. ആദ്യം ഇവര് അറിയാതെ പറയുന്നതാണെന്ന് വിചാരിച്ചു, പിന്നീട് ഇത് മനഃപൂർവ്വമാണെന്ന് വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് കേന്ദ്രം കണക്കുകൾ വെച്ച് ഈ കേരളത്തിന്റെ വാദങ്ങളെ തകർക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ് സത്യം. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അവർ മനുഷ്യരാണ്, അടിസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, സ്ത്രീകളാണ്. അവർക്ക് മാന്യമായ അവർ ചെയ്യുന്ന തൊഴിലിന് അർഹിക്കുന്ന വേതനം, ഓണറേറിയം നൽകാൻ ഏത് സർക്കാരുകളും ബാധ്യതപ്പെട്ടവരാണ്. അതിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്, അംഗീകരിക്കണം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി സർക്കാരിനെ കുറ്റം പറയാനായിട്ട് വാതുറക്കുന്ന വീണ ജോർജും എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ ആദ്യമായി വർധനവ് വരുത്താനുള്ള തീരുമാനമെടുത്തത്. അത് ചരിത്രത്തിലുണ്ട്, രേഖകളിലുണ്ട്. രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ആശാ വർക്കർമാരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരെ ആരോഗ്യ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്നു. ഈ മോദി സർക്കാർ തന്നെ, നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹം പറയുന്നു, സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ഇടങ്ങളിലൊക്കെ മഹാമാരിയായ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഈ ആശാ വർക്കർമാരില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യം മുന്നോട്ട് പോവില്ലായിരുന്നു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് ആശാ വർക്കർമാരെ അപമാനിക്കാനും മാറ്റി നിർത്താനും കേന്ദ്ര ഭരണത്തിനോ നരേന്ദ്രമോദിക്കോ കഴിയില്ല എന്ന് ഒരു തവണയല്ല 1000 തവണ ആണയിട്ട് പറയുവാൻ BJP-കാർക്ക് സാധിക്കും, ഞങ്ങൾക്ക് സാധിക്കും, നിഷ്പക്ഷമായ ജനവിഭാഗത്തിന് സാധിക്കും. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ കണക്കുകൾ പറയുകയാണെങ്കിൽ കണക്കുകൾ അവതരിപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ 23-24 കാലഘട്ടത്തിൽ 189.15 കോടി രൂപ കേരളത്തിന് കൊടുത്തു, ഈ മേഖലയ്ക്ക് വേണ്ടി കൊടുത്തു. 24-25 715.73 കോടി രൂപ കൊടുത്തു. ഇവിടെ LDF-ന്റെ വക്താവുണ്ടല്ലോ, അദ്ദേഹം നോട്ട് ചെയ്യട്ടെ. അതിനുശേഷം അദ്ദേഹം ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ സംസാരിക്കട്ടെ, തന്നില്ലയോ എന്ന് സംസാരിക്കട്ടെ, നമുക്ക് ക്ലിയർ ചെയ്യാം. 24-25 കൊടുക്കാനുണ്ടായിരുന്നത് പിന്നീട് 913.24 കോടിയാണ്. അത് ആകെ കിട്ടേണ്ടത് കേരളത്തിന്. അതിൽ 815.73 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. ഇത്രയും കൊടുത്തു കഴിഞ്ഞു. ഇതെന്ത് ചെയ്തു? എന്നാണ് കൊടുത്തതെന്ന് ഡേറ്റ് സഹിതം ഞാൻ സാറിന്റെ നമ്പർ എനിക്ക് വാട്സാപ്പ് ചെയ്യാൻ ഞാൻ ഇട്ട് തരാം. എന്റെ സമയമാണ്. LDF-ന്റെ നിങ്ങളുടെ ആശാ വർക്കർമാർക്ക് കേന്ദ്രത്തിൽ നിന്ന് എത്ര രൂപ കൊടുക്കുന്ന ഒന്ന് സിന്ധുമോള് പറയും. ആശാ വർക്കർമാർക്ക് കേന്ദ്രത്തിൽ നിന്ന് എത്ര രൂപ കൊടുക്കുന്നു അത് പറയൂ. എത്ര കൊടുക്കുന്നത് നിങ്ങൾ പറയൂ. ഞാൻ മൊത്തം കൊടുത്ത നിങ്ങൾ എത്ര രൂപ തരുന്നു? ഞാൻ വേറൊന്നും പറയുന്നല്ലോ. നമ്മൾ പറയുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് പറയണം. അത് കേരളം അല്ലല്ല, എത്ര രൂപ ഒരു വർക്കറിന്, ഒരു ആശാ വർക്കറിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന എത്ര രൂപ അത് പറയും. 189 കോടിയാണ് അവരെ കൊടുക്കണം. അതല്ല എന്റെ സിന്ധുമോളെ ഒരു ഒറ്റ രൂപ. സിന്ധുമോളെ സമയം എടുത്തോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് ഒരു ആശാ വർക്കറിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന എത്ര? നിങ്ങൾ എത്ര കൊടുത്തു? എങ്ങനെയാണ് ഈ ഓണറേറിയം പെൻഡിങ് വന്നത്? അല്ല, ഓണറേറിയം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 മാസത്തെ ഓണറേറിയം പെൻഡിങ് ഉള്ളൂ. മിനിമോളെ അങ്ങനെയല്ലേ? കേന്ദ്രം തരാഞ്ഞിട്ടാണോ? 189.15 കോടി രൂപ 23-24 ഇവിടെ എത്തി കണക്കാണ്. 24-25 ഇവിടെ കൊടുക്കേണ്ടത്, ഇവിടെ മൊത്തം തുക, അടങ്കൽ തുക കേന്ദ്ര ഗവൺമെന്റ് എത്തിക്കുമ്പോൾ അത് കൊടുക്കേണ്ടത് നിങ്ങളാണ്. ഒരു കാര്യം ഇപ്പൊ 7000 രൂപ, അല്ല മിനി പറഞ്ഞല്ലോ, 7000 രൂപ ആശാ വർക്കറിന് ഓണറേറിയം കൊടുക്കുന്നുണ്ട്.
കേന്ദ്ര ഗവൺമെന്റ് എത്ര രൂപയാണ് അതിന്റെ പാർട്ടിസിപ്പേഷൻ? 60% കൊടുക്കുന്നതിൽ 60% വെരി ഗുഡ്. 60%, 40% എന്നുള്ളതാണ് കണക്ക്. അതിനുള്ള തുക ഇവിടെ എത്തുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഏത് പണമാണ് കൊടുക്കുന്നത്? സംസ്ഥാനം നീക്കിയിരുത്തേണ്ട 40% നിങ്ങൾ എവിടെ വക കൊള്ളിക്കുന്നു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ പറയൂ. നല്ല അഭിപ്രായം. ഏത് തുകയാണ് ഈ കൊടുക്കുന്നതെന്ന് നിങ്ങൾ പറയൂ. അല്ല, ഞാൻ ഒറ്റ കാര്യം സിമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ചോദിച്ചോളൂ. 7,000 രൂപ ഒരു ആശാ വർക്കറിന് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എത്ര എന്ന് മാത്രമേ ചോദിച്ചോളൂ. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് എത്ര ഫണ്ട് തന്നിട്ടുണ്ടെന്നും നിങ്ങൾ സംസ്ഥാനം എത്ര ആരോഗ്യമന്ത്രി പറഞ്ഞു നമുക്കിനി 100 കോടി രൂപ കിട്ടാവുള്ളൂ. അല്ല, 100 കോടിയെ നമുക്ക് കിട്ടാവുള്ളൂ എന്ന് പറഞ്ഞല്ലോ. നമുക്ക് കിട്ടാനില്ലെന്ന്, നമുക്ക് 100 കോടി കിട്ടാവുണ്ടെന്നല്ലേ പറഞ്ഞല്ലോ. അപ്പൊ വളരെ കൃത്യമായി കേന്ദ്രം ഇവിടെ ഫണ്ട് എത്തിച്ചിട്ടുണ്ടെന്നല്ലേ അത് അർത്ഥമാക്കുന്നത്. എന്നിട്ട് നരേന്ദ്രമോദിയെ പള്ളി പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. നരേന്ദ്രമോദിയല്ല, കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നത്. അത് UDF ആണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ അവരൊക്കെ പറയും. നിങ്ങൾ 11 ലക്ഷം രൂപ KV തോമസിന് പ്രതിമാസം കൊടുത്തുകൊണ്ട് എന്തായി കേരളത്തിൽ ഉണ്ടാക്കുന്നത്? ചോദിക്കുന്നത് സാധാരണ ജനങ്ങളാ. അടിസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് കൈമലർത്ത് നിങ്ങൾ നവോത്ഥാന മതിൽ കെട്ടാൻ വരെ ആശാവർക്കർമാരെ കൊണ്ടുപോയല്ലോ. അവര് നിങ്ങൾ പറയുന്ന 10 പദ്ധതിയിൽ ഏതെങ്കിലും അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 700 രൂപയല്ലേ നിങ്ങൾ കട്ട് ചെയ്യുന്നത് അവരുടെ ഓണറേറിയത്തിൽ നിന്നും? ഇത്രയും ഹീനമായിട്ടുള്ള അപ്രോച്ച് സ്വീകരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് അത് കേരളം മാത്രം. സാർ. അല്ല, കേരളത്തിൽ മാത്രമാണോ? അത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ള നോംസ് അല്ലേ? BJP ഇല്ല. കേരളത്തിൽ മാത്രമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാന 700 രൂപയൊന്നും കട്ട് ചെയ്യുന്നില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനത്തിലൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നോംസ് വളരെ കൃത്യമായി ഇത് കൊണ്ടുപോകുന്നു. ഇവിടെ ഈ പാർട്ടി സമ്മേളനങ്ങൾക്കൊക്കെ ആശാവർക്കർമാരെ കൊണ്ടുപോയി കസേര നിറയ്ക്കുന്നത് ഏത് ഗവൺമെന്റിന്റെ നോംസ് ആണ്? അത് അത്തരത്തിൽ പറയുന്നത് ശരിയല്ല. ശ്രീ സിന്ധുമോൾ, ശ്രീമതി സിന്ധുമോൾ താങ്കളിലേക്ക് എത്താം. അതിനു മുൻപ് ശ്രീ സതീഷ് വസന്ത് ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി, അതായത് 2024-25 സാമ്പത്തിക വർഷം തന്നെ 913 കോടി രൂപ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് ഓണറേറിയം ഉൾപ്പെടെ കേരളത്തിനുള്ള വിഹിതമായി നീക്കി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് ഫെബ്രുവരി 12-ന് 120.45 കോടി നൽകിയിട്ടുണ്ട്. കുടിശ്ശിക ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ തീർത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവർക്കുള്ളത് 2 മാസത്തെ ഉള്ളൂ എന്നാണ്.